സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും
പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടുന്നു പുകഴുന്നു ഞാൻ സകലേശാലി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ സ്തുതി പാടും, അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സത്യനുമെന്നെന്നും അനവധ്യൻ നമനാഥാവൻ. മഹിമയ്ക്കടവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന് ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശാ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിയർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനും തകിതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ
മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ഇത് ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിലുള്ള വായന 4-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശ്രയിക്കുന്നു. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഹോരേബിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നിങ്ങൾ നിന്ന ദിവസം കർത്താവിനോട് ആജ്ഞാപിച്ചു, ജനത്തെ എന്റെ മുൻപിൽ വിളിച്ചുകൊള്ളുക. ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും അവർക്ക് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എന്റെ വാക്കുകൾ അവർ കേൾക്കട്ടെ. നിങ്ങൾ അടുത്തു വന്ന് പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. ആകാശത്തോളം ഉയർന്ന അഗ്നിയാൽ പർവ്വതം ജ്വലിച്ചുകൊണ്ടിരുന്നു. അന്ധകാരവും കനത്ത മേഘവും അതിനെ ആവരണം ചെയ്തിരുന്നു. അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം, രൂപം കണ്ടില്ല. തന്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു. നിങ്ങളോട് അനുഷ്ഠിക്കുവാൻ അവിടുന്ന് ആജ്ഞാപിച്ച 10 കൽപ്പനകളാണവ. 2 കൽപ്പലകകളിൽ അവിടുന്ന് അവ എഴുതി. നിങ്ങൾ ചെന്ന് കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങളെ പഠിപ്പിക്കുവാൻ കർത്താവ് അന്ന് എന്നോട് കൽപ്പിച്ചു. ദൈവമായ കർത്താവിന്റെ സ്തുതി. സഹോദരരെ, പൗലോസിന്റെ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 1 കൊരിന്തോസ് 16-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശ്രയിച്ചാൽ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധർക്കുള്ള ധനസേവനത്തെ പറ്റി ഗലാത്യയിലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ച പോലെ നിങ്ങളും ചെയ്യുക. ആഴ്ചയുടെ ആദ്യ ദിവസം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വരുമാനമനുസരിച്ച് ഒരു തുക മാറ്റി സൂക്ഷിക്കണം. ഞാൻ വരുമ്പോൾ തിരുവക നടത്താതിരിക്കാനാണത്. ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന ജെറുസലേമിലേക്ക് കൊണ്ടുവരുന്നതിനായി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ഞാൻ അയക്കാം. ഞാൻ പോകുന്നത് ഉചിതമെങ്കിൽ അവരും എന്നോടൊപ്പം പോരട്ടെ. ഞാൻ മക്കദോന്യയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാം. കാരണം എനിക്ക് മക്കദോന്യ വഴിയാണ് പോകേണ്ടത്. എനിക്ക് നിങ്ങളോടുകൂടെ താമസിക്കണമെന്നുണ്ട്. കഴിയുമെങ്കിൽ ശീതകാലം മുഴുവൻ. പിന്നീട് എനിക്ക് പോകേണ്ടിടത്തേക്ക് നിങ്ങൾ എന്നെ യാത്രയാക്കുമല്ലോ. ഇപ്പോൾ അതുവഴി വരുമ്പോൾ തിടുക്കത്തിൽ നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടൊപ്പം താമസിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എന്നാൽ പെന്തക്കോസ്താവരെ ഞാൻ എഫേസോസിൽ താമസിക്കും. കാരണം ഫലദായകവും വിശാലവുമായ ഒരു വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രതിയോഗികളും വളരെയേറെയുണ്ട്. തിമോത്തിയോസ് നിങ്ങളുടെ അടുത്ത് വന്നാൽ ഞാൻ ഭയരഹിതനായി നിങ്ങളോടുകൂടെ വസിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവനും എന്നെപ്പോലെ കർത്താവിന്റെ ജോലിയാണ് ചെയ്യുന്നത്. ആകയാൽ ആരും അവനെ നിന്ദിക്കരുത്. എൻ്റെ മക്കളേക്ക് വരുന്നതിന് സമാധാനത്തോടെ അവനെ യാത്രയാക്കണം. സഹോദരനോടൊപ്പം അവനെ ഞാൻ കാത്തിരിക്കുന്നു. ഇനിയും സഹോദരൻ പോളോസിനെ പറ്റി മറ്റു സഹോദരനൊന്നിച്ച് നിങ്ങളെ സന്ദർശിക്കാൻ ഞാൻ അവനോട് കുറെ അപേക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ വരാൻ അവന് ഒട്ടും ഇഷ്ടമല്ല. കാരണം അവസരം കിട്ടുമ്പോൾ അവൻ നിങ്ങളെ സന്ദർശിക്കും. ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, ധീരനും ശക്തരുമാവുവിൻ. നിങ്ങൾ ചെയ്യുന്ന എല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഹല്ലേലൂയ, പാടിയിടുന്നേ. ഹല്ലേലൂയ, 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 പാടിയിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നല്ലൊരാശ്രയമെമ്പലകാരി മണ്ണുനിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമനുമായി ഞാനൊരു
താനരുമതുപോൽ സുതരും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ ആദിമുതൽക്കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 13 വാക്യങ്ങൾ 22 മുതൽ. ഈശോ ഓരോ പട്ടണത്തിലും ഗ്രാമത്തിലും പോയി പഠിപ്പിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷപ്പെടുന്നവർ ചുരുക്കമാണ്. അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയും. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന്, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയാൻ തുടങ്ങും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നീ ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ അവരോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോകുകയും. അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും സകല പ്രവാചകന്മാരെയും ദൈവരാജ്യത്തിലും നിങ്ങളെ ബഹിഷ്കൃതരായി പുറത്തും കാണുമ്പോൾ അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിലിരിക്കും. ഇതാ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. എല്ലാവരും ഇരിക്കുക. ഈശോമിശിഹായേറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ശ്ലീഹാക്കാലം 7-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 7-ാം ഞായറാഴ്ചയും ഇത് അവസാനത്തെ ഞായറാഴ്ചയുമായിട്ട് നമ്മൾ സഭ ഈ ആഴ്ചയെ കൊണ്ടാടുമ്പോഴേക്കും നമ്മളോടുള്ള ഒരു ചോദ്യം ഇതാണ്: രക്ഷ എന്നുള്ള ഒരു കാര്യമാണ്. പല ക്രിസ്ത്യാനികളിലെ ഗ്രൂപ്പുകൾ വിശ്വാസത്തെ ഒന്ന് ചലിപ്പിക്കുവാനായിട്ട്, അല്ലെ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചവരാണോ എന്നറിയുവാനായിട്ട് ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ രക്ഷ പ്രാപിച്ചവരാണോ എന്ന്. അത് കേൾക്കുമ്പോൾ കുറച്ച് പേര് പറയും, രക്ഷ പ്രാപിച്ചിട്ടുള്ളൊരു സംശയമുണ്ട്. വേറെ ചിലർ പറയും, ഞങ്ങൾ രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. വേറെ ചിലർ പറയും, അതെന്ത് വാക്കാണെന്ന് ചോദിക്കും. ഈ കാര്യം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ലൂക്കാ സുവിശേഷകന്റെ 13-ാമത്തെ അധ്യായത്തിൽ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലെ ഒരു ചോദ്യം ആദ്യമേ ഇത് തന്നെയാണ്: രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്നുള്ള ഒരു ചോദ്യം. നിങ്ങൾ ഓരോരുത്തരും രക്ഷ പ്രാപിച്ചവരാണോ എന്നുള്ളതാണ് ചോദ്യം. എന്നിട്ട് ഈശോ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷ എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാറ്റഗിസത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, സാൽവിഫിക് ഹിസ്റ്ററി, രക്ഷാകര ചരിത്രം എന്ന് പറയുന്ന ഒരു വാക്ക്. ഈശോ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വചനമായി മാംസമായി നമ്മുടെ ഇടയിൽ മനുഷ്യാവതാരം ചെയ്തു, പീഡകളേറ്റു, കുരിശുമരണത്താൽ നമ്മളെ രക്ഷിച്ചു. അവിടുന്ന് പാപത്തിൽ നിന്ന് ഉത്ഥിതനായി എന്ന് പറഞ്ഞ പാപം, നമ്മുടെ എല്ലാം പാപം ഏറ്റെടുത്തുകൊണ്ട് മരിച്ച് ഉത്ഥിതനായി എന്നുള്ളതാണ് രക്ഷാകര ചരിത്രമായിട്ട് നമ്മൾ ഉദ്ഘോഷിക്കുന്നത്. നമ്മൾ പഠിക്കുന്നതും അത് തന്നെയാണ്. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഓരോ ക്രൈസ്തവനെയും സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള തത്വം, അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ രക്ഷാകര ചരിത്രത്തെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട്
പരിശ്രമിക്കാം. ഇനി ഈശോ പറയുന്നുണ്ട്, ക്ലേശങ്ങളാകുന്ന ഇടുങ്ങിയ വാതിലിലൂടെ നിങ്ങൾ പ്രവേശിച്ചാൽ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്നുള്ളത്. ഒരിക്കലൊരു വീട്ടിൽ ഞാൻ വൈദികനായതിനു ശേഷം ഭക്ഷണം കഴിക്കുവാനായിട്ട് പോയി. അവിടെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വീടാണ്. അവിടെ വല്ലപ്പോഴും വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭക്ഷണത്തിന് വിളിക്കുമായിരുന്നു. ഒരു ദിവസം വീട്ടുടമസ്ഥ ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ട് സലാഡ് കഴിക്കുവാനായിട്ട് വേറൊരു ഇടത്ത് കൊണ്ടുപോയിരുത്തി അവിടെ ഞങ്ങളെല്ലാവരും കൂടി ഫ്രൂട്ട് സലാഡ് കഴിക്കുവാനായിട്ട് ഇരുന്നപ്പോൾ വീട്ടമ്മ പറഞ്ഞു, അച്ഛാ ഒരു കാര്യം പറയാം. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി? കാരണം ഭക്ഷണം തരുന്ന ചേച്ചിയില്ലേ. പറഞ്ഞു, എൻ്റെ മോന് കീബോർഡ് പഠിക്കണം. ഞാൻ പറഞ്ഞു, ആ കീബോർഡ് പഠിക്കാമല്ലോ. പറഞ്ഞു, ഇന്ന് തന്നെ പഠിപ്പിക്കണം. ഇന്ന് തന്നെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അതെ ഇന്ന് തന്നെ പഠിപ്പിക്കണം. അച്ഛൻ കീബോർഡൊക്കെ ഇങ്ങനെ തൊടുന്നതും വായിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛൻ കീബോർഡ് പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ വേണം. പറഞ്ഞു, ഇപ്പം തന്നെ വേണം. എനിക്കാണെങ്കിൽ ഹാർമോണിയത്തിൽ 1-2 പാട്ടുകൾ വായിച്ചുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ മാത്രമാണ്. കീബോർഡ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടത്തി പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എന്നാൽ ശരി ഇപ്പോൾ പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ അവരുടെ കീബോർഡിൻ്റെ അടുത്തേക്ക് പോയി. കീബോർഡ് കാണിച്ചു. റോളണ്ടിൻ്റെ കീബോർഡാണ്. എനിക്കാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പോലും അറിയത്തില്ല. അത് ഓണാക്കുന്ന സ്വിച്ച് എവിടെയാണെന്ന് കണ്ടുപിടിച്ചത് തന്നെ വളരെ ബുദ്ധിമുട്ട്. അതിനുശേഷം അതിൻ്റെ ബാക്കി സെറ്റിങ്സ്, സ്റ്റൈല്, റിതം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ സൗണ്ട് എല്ലാം നോക്കി വരുമ്പോഴേക്കും തന്നെ രാത്രി 12 മണി കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, ഇനി പഠിപ്പിക്കണം? പറഞ്ഞു, അച്ഛന് കീബോർഡ് പഠിപ്പിക്കാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി, പൊന്നു ചേച്ചി, തെറ്റിദ്ധാരണയാണ്, എനിക്ക് പഠിപ്പിക്കാൻ അറിയത്തില്ല. സ്നേഹമുള്ളവരെ, നമ്മളുടെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് കാര്യങ്ങളുടെ കാലഘട്ടം. പെട്ടെന്ന് ഒന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സാധനങ്ങൾ വരുന്നത് പോലെ. ഭക്ഷണം വേണമെങ്കിൽ ഊബർ ഈറ്റ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം വീട്ടിൽ വരട്ടെ എന്നുള്ളൊരു ചിന്താഗതി. ഹോട്ടലിൽ പോയാൽ നമ്മൾ പേഷ്യൻസോടെ ഇരിക്കത്തില്ല. അവർ പെട്ടെന്ന് ഭക്ഷണം കൊണ്ടുവന്ന് തന്നാൽ അത്രയും സന്തോഷം എന്നുള്ള രീതിയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പ്രാധാന്യം. രക്ഷ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, മറിച്ച് ക്ലേശകരമായിട്ടുള്ള ഒത്തിരിയധികം പ്രയാസം നിറഞ്ഞ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ സഹനങ്ങളും ക്ലേശങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീ രക്ഷയുടെ വാതിൽ പടിയിലാണ് എന്നുള്ള സത്യമാണ്. വാതിൽ പടിയിലൂടെ, രക്ഷയുടെ വാതിൽ പടിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക എന്നുള്ളത് ഇന്നത്തെ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവരാജ്യം നഷ്ടപ്പെടുത്താതെ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവരാജ്യം നേടിയെടുക്കുവാനായിട്ടുള്ള സമയമായി കണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഇന്നത്തെ വിശുദ്ധരായിട്ട് വിശുദ്ധ ലൂയി മാർട്ടിനും സെലിക്വെരിയുമാണ്. നിങ്ങൾക്ക് ഇവരെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർക്ക് പരിചയമുണ്ടായിരിക്കും. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കളാണ് ഇവര്. സന്യാസവ്രതത്തിന് പോയിട്ടുള്ള 2 പേര്, ഭാര്യയും ഭർത്താവും സന്യാസവ്രതത്തിന് പോയവരാണ്. എന്നിട്ട് തിരിച്ചു വന്നവരുമാണ്. അവർക്ക് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. 4 മക്കൾ ചെറുപ്പത്തിലെ തന്നെ മരിച്ചു. പിന്നെ 5 മക്കളുണ്ടായിരുന്നു. ഈ 5 മക്കളെയും നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ കാണാൻ സാധിക്കും 5 പേരും ദൈവഭക്തിയുള്ളവരാണ്. കൊച്ചുത്രേസ്യ മാത്രമല്ല, കൊച്ചുത്രേസ്യ സഹോദരിമാരെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നു. അവരെല്ലാവരും ഭക്തി നിറഞ്ഞവരാണ്. ഈ മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ച ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നു, ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ട്. ദൈവത്തിന് മാത്രമേ പ്രഥമ സ്ഥാനമുള്ളൂ എന്നുള്ളതാണ് പഠിപ്പിച്ചത്. വേറെ ഒന്നും ആ മാതാപിതാക്കൾ അവർക്ക് കൂടുതലായി പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ല. ദൈവത്തിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനമുള്ളൂ. ആ പ്രഥമ സ്ഥാനം നമ്മൾ ഓരോരുത്തരും കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളും രക്ഷ നിറഞ്ഞതാണ്. സ്നേഹമുള്ളവരെ, ഈ ദിവ്യബലി അർപ്പിക്കുമ്പോഴേക്കും നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് തരുന്ന സഹനങ്ങൾ, ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ, രോഗങ്ങൾ, ഞെരുക്കങ്ങൾ, അത് വിശുദ്ധിയുടെ നെരിപ്പോടിൻ്റെ അടുത്തുള്ള ഓരോ സാധ്യതകളാണ്. അല്ലെങ്കിൽ വിശുദ്ധിയുടെ പടവുകളിലേക്ക് ചവിട്ടിക്കയറുന്ന, രക്ഷയുടെ പടവുകളിലേക്ക് ചവിട്ടിക്കയറുന്ന ചവിട്ടുപടികളാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കാനായി പരിശ്രമിക്കാം. ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം.
ചെയ്യുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്നേഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പരിശുദ്ധപിതാമാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ ശബടതലോൻ പിതാവുമായ മാർ ജോർജ് തേരി ശിഷ്ട മിത്രാപൊലിതായും ഞങ്ങളുടെ ഉപാധ്യക്ഷൻ പിതാവുമായ മാർ തോമസ് മിത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെ പരീക്ഷരംഗങ്ങൾ ജോലി ചെയ്ത എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശയിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീയന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ, ജീവിത ക്ലേശയുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യം നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരെ ശുശ്രൂഷിക്കുന്നവരെ രോഗബാധിതരിൽ നിന്ന് സംരക്ഷിക്കുകയും കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കുകയും കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സകലരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുവേദിടവുമിതാ പാവനബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകനാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേണം. പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാറിയ യോസേഫിന്റെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേനാമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചുരിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഏൽപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജനിച്ചവനും എല്ലാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകപിതാവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും
പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് വ്യവസ്ഥയ്ക്കുകയും സ്ത്രീവാഴ്ത്തപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസത്തിൽ നൽകുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവകവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിലേക്കും നിത്യായുസ്സുകളേക്കുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാതിരാഴ്ചമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകളിൽ നിന്നുവേണ്ടിയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയാച്ചോടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാവരുടെ കർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. ഈശോയുടെ കൃപയാൽ ഈ വഴി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗ്ഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കൃപാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുകയും അവിടുന്ന് സമർപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്തിനകത്ത് യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഊർജ്ജം ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥ്യം വഴി സമാധാന സ്വന്തമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിതരണ മത്സരത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായ കൃതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. യുദ്ധഹുമാ
ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയിട്ട് ചൊല്ലുക. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ ശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാവ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും പെണ്ണും നിറയുന്നു മന്നവരവരുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവാം, വീണ്ടും വരുവോരും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും ഞങ്ങളുടെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് ധനികരീശ്വരനാക്കി ദാസരൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായി തൃക്കരങ്ങളിൽ അപ്പമെടുത്തു, സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും.
എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിനെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇവരും ബലഹീനമാകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിന്റെ ദൈവിക ചിന്ത ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അതർദ്ദിച്ചുമായി ഞങ്ങളെ സമ്മതിരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് ശുദ്ധീകരിച്ച് ഞങ്ങളുടെ പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജയരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയങ്ങളോടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ബെനഡിക്ഷൻ പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയതർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ ഞങ്ങളുടെ അഭിഷിക്തന്റെ ശരീരത്വങ്ങൾ നിങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമതമായി കന്യാമറിയത്തിനെ സന്നിധിയെ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവഗണനീയ സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമേ യഥാർത്ഥ പിതാവായ ഞങ്ങളുടെ പ്രിയകൃതനായി ശിശങ്ങ അയച്ചുവന്നു ഉപവാസികളെ ജോലി അറിയട്ടെ. ഞങ്ങളുടെ കർത്താവതയുമായി ശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാലകന്മാർ, മിത്രന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യമായ നൈരൂപ്യത്തിലെ വിശുദ്ധനും മാർഗം പഠിപ്പിച്ചെന്നില്ല മനുഷ്യന്മാരുടെ കർത്താവയുടെ ഇവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും എന്ന നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥലക്ഷ്യമായ ശിശയായുടെ ഇടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയ ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായ ദൈവികമായ രസത്തെ സന്തോഷത്തോടെ നിങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശക്തരായ ആദരപൂർവ്വം പ്രവർത്തിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്നേഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മുന്നിലെത്തുന്ന രക്ഷയുടെ സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയുടെ മുന്നിൽ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരം ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, കാരുണ്യത്വവിധം എന്നോട് ദയ തോന്നണമേ.
കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാമിറങ്ങാം ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ, എന്നിൽ നിത്യം ജീവിക്കും. കേടുമവൻ സ്വർഗ്ഗം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള ആത്മശുദ്ധത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളെല്ലാം പണിഞ്ഞ് ഞങ്ങളുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കുർബാന ചേരുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രടിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഒരുക്കനും ആത്മാക്കൾ രക്ഷിക്കുകയും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാര്യങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതമായ യേശുവിന്റെ രാജ്യത്തെ സകല വിശുദ്ധരോട് സ്തുതിക്കുവാൻ ഞങ്ങൾ അതിരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളിൽ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കി ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ സ്ലീവ ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു.
സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവേ യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹന്മാരെ അനുകരിച്ച വിശുദ്ധർ സ്വർഗത്തിലെത്തി ദൈവത്തെ അനവരതം സ്തുതിക്കുന്നു. മാലാഖമാരോടുകൂടി ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരരെ വരുവിൻ, മിശിഹായുടെ ശരീരങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. രൂപിക്കെടുത്ത ദിവികാരുണ്യ സ്വീകരണത്തിന് സമയമാണ്. നമുക്ക് മുട്ടിന്മേലായിരുന്നു കൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയായിട്ട് ചൊല്ലും. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
വഴിയിൽ നിന്നെ മറക്കുന്ന നേരം സഹയാത്ര ചെയ്തങ്ങ് വന്നു കൂടെ വസിക്കുന്നുവല്ലോ എമ്മാവൂസിന്റെ വഴിയിൽ നിന്നെ മറക്കുന്ന നേരം സഹയാത്ര ചെയ്തങ്ങ് വന്നു കൂടെ വസിക്കുന്നുവല്ലോ വിളികൾ തുറക്കുന്നുവല്ലോ മാനസം തീരുന്ന നേരം ജീവിതവിരുളിൽ താഴുമ്പോൾ നാഥ കൂടെ വസിച്ചാലുമങ്ങ് മാനേന്ദുവിനെ പരിശ്രമന്റെ കൃപാർത്ഥ സ്തുതിയും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യം സമീപിച്ച് ഇവർ പങ്കുള്ള യോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി വിചാരത്തിനും വചനത്തിനും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ ദിയവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാൻ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗം പാടിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനിൽ ഞാനന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായു സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ. രക്ഷിച്ചങ്ങേ തിരുസുതനായി നൽകി റൂഹ ഗാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ. പാടാം ദൈവ സ്തുതികൾ നാം, വാഴ്ത്താമെന്നും തിരുമുൻപിൽ.
നാമം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. രക്ഷകൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാവൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. ഏതാനും അറിയിപ്പുകളുണ്ട്. സൺഡേ കളക്ഷനോ ദശാംശങ്ങളോ ചർച്ച് സപ്പോർട്ടിൻ്റെ എമൗണ്ട് മറ്റും ആർക്കെങ്കിലും കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കൊടുക്കുവാനായിട്ട് പള്ളിയിലേക്ക് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ക്യാഷായിട്ട് കൊടുക്കുന്നവർ ട്രസ്റ്റിമാരുടെ നേരിട്ടോ അല്ലെങ്കിൽ എൻ്റെയിലോ ഏൽപ്പിക്കാവുന്നതാണ്. ഇനി ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന വിധത്തിലാണ് ക്രമീകരിക്കുന്നതെങ്കിൽ അതിൻ്റെ വിശദ വിവരങ്ങൾ ട്രസ്റ്റിമാർ നിങ്ങളെ അറിയിക്കുന്നതാണ്. നിങ്ങൾ ട്രസ്റ്റിമാരെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കേണ്ടതാണ്. നമ്മുടെ പള്ളിയിലെ പ്രെയർ യൂണിറ്റുകളിൽ കഴിയുന്ന പ്രായമായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ അടുത്ത വീടുകളുള്ളവർ ആ വീടുകളിൽ ചെന്ന് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കേണ്ടതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ അവർക്ക് ഉള്ള കുറവുകൾ, അവർക്കുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പറയുവാനായിട്ട് പലരും സന്നദ്ധരായിരിക്കുകയില്ല. നമ്മൾ ചെന്ന് ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ പലപ്പോഴും അവരുടെ കാര്യങ്ങൾ തുറന്നു പറയുകയും നമുക്ക് വേണ്ട വിധത്തിൽ അവരെ സഹായിക്കുകയും ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എനിക്കറിയാം വീടുകളിലേക്ക് പോകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റിസ്ക് എടുത്ത ഒരു കാര്യമാണ്. എന്നിരുന്നാലും മാസ്ക് ധരിച്ചും നിങ്ങൾ സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ടും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ നിന്നുകൊണ്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കടന്നു വരാവുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ ട്രസ്റ്റിമാരെയോ എന്നെയോ അറിയിക്കേണ്ടതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ബെഡ്ഷീറ്റുകൾ നമ്മുടെ മാനമടി പള്ളിയിൽ ഇരിപ്പുണ്ട്. യൂണിറ്റ് പ്രസിഡന്റുമാർക്ക് മിസ്സിസ് ജീവയുടെ കയ്യിൽ നിന്ന് അത് നേരിട്ട് വാങ്ങാവുന്നതാണ്. വളരെ നല്ല ബെഡ്ഷീറ്റാണ്. ഇപ്പോൾ ഇനി തണുപ്പൊക്കെ കടന്നു വരികയാണ്. അപ്പോൾ തണുപ്പത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിലുള്ള ബെഡ്ഷീറ്റാണ്. വലിയ ബെഡ്ഷീറ്റ്, ഡബിൾ കോട്ടിൻ്റെ ബെഡ്ഷീറ്റാണ്. സാധാരണ ബെഡ്ഷീറ്റിലും കുറച്ചുകൂടി വലിപ്പമുള്ള ബെഡ്ഷീറ്റാണിത്. കാത്രജി പള്ളിയിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ബെഡ്ഷീറ്റുകളുടെ ഫോട്ടോ ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. കാത്രജി ഇടവകയിലെ കാറ്റഗിസം യൂണിറ്റ് സെന്റ് തോമസ് അക്കാഡമി നടത്തുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് OLRP യൂട്യൂബ് ചാനലിലൂടെ അത് സംപ്രേഷണം ചെയ്യുന്നു. ദയവായിട്ട് എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും യൂട്യൂബ് ചാനലിൽ വൈകുന്നേരം 5 മണിക്ക് ഇരുന്നുകൊണ്ട് ഇന്ന് അത് കണ്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കാണുക മാത്രമല്ല ലൈക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാലും അതോടൊപ്പം ഷെയർ ചെയ്താലും വളരെ നല്ലതായിരിക്കും എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്.
നമ്മുടെ ഇടവകയിൽ നേഴ്സുമാരായിട്ടും അതോടൊപ്പം മെഡിക്കൽ ഫീൽഡിലും അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകരായിട്ടും സേവനമനുഷ്ഠിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് അവരെല്ലാവരും ഹോസ്പിറ്റലിൽ പോകുന്നതും സേവനമനുഷ്ഠിക്കുന്നതും. അവർക്ക് ലഭിക്കുന്ന ക്യാഷ് അല്ല അവർക്ക് പ്രധാനപ്പെട്ടത്, അവർക്ക് ലഭിക്കുന്ന സാലറി അല്ല അവർക്ക് പ്രധാനപ്പെട്ടത്, മറിച്ച് അവരൊരു സേവനം അനുഷ്ഠിക്കുകയാണ്. ഈ റിസ്ക് ആയിട്ടുള്ള പ്രത്യേക സാഹചര്യത്തിൽ റിസ്ക് എടുത്തുകൊണ്ട് അവർ സേവനം അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ യൂണിറ്റുകളിലും അതോടൊപ്പം നമ്മുടെ ഇടവകയിലും നമുക്ക് സുപരിചിതമായിട്ടുള്ള മുഖങ്ങളുണ്ട്. അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ള അങ്ങനെയുള്ള പ്രവർത്തകരെ, അച്ഛൻ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ഓർക്കുകയും ഞാൻ ഓർക്കുകയും അവരെല്ലാവരെയും ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കടലങ്ങളെല്ലാം തീർത്തു വെച്ചു.